ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ തലയോലപ്പറമ്പിൽ നടന്നു. KS സോമൻ നഗർ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി G സജീവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ നളിനാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VG ഉഷാകുമാരി വാർഷിക റിപ്പോർട്ടും ട്രഷറർ MP മുഹമ്മദ് കുട്ടി കണക്കും അവതരിപ്പിച്ചു. തയ്യൽ തൊഴിലാളികളുടെ സർവീസ് പെൻഷൻ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കി വിതരണം ചെയ്യണമെന്നും സംഘടന അധികാരികളോട് ആവശ്യപ്പെട്ടു. കൂടാതെ പ്രസവാനുകൂല്യ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ഇന്റർവ്യൂ കഴിഞ്ഞു വരുന്നവരുടെ ID കാർഡുകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. മുന്നണി സംവിധാനത്തിൽ മുന്നണികൾ പല തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ ഇതിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആര് ഏത് എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ആര് വന്നാലും ഈ മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ തൊഴിലുള്ള നിറവ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് പ്രതികരിക്കാനുള്ള ശേഷിയും പ്രവർത്തിക്കാനുള്ള ധൈര്യവും ഈ സംഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏത് ഗവൺമെന്റ് 4-ാം തീയതിക്ക് ശേഷം വന്നാലും തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ചിരകാല സ്വപ്നങ്ങളും ആനുകൂല്യ സംരക്ഷണങ്ങളും സംരക്ഷിച്ച് നിലനിർത്താൻ ഇടപെടലുകൾക്ക് യാതൊരുവിധ കുറവുകളുമില്ലാതെ മുന്നോട്ട് തന്നെ പോകും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലാണ് ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് നമ്മൾ രൂപം നൽകി. കഴിഞ്ഞ ഫെബ്രുവരി മാസം 4-ാം തീയതി തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ സർവീസിന് ആനുപാതികമായ റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻ അംശാദായ വർധനവിനനുസൃതമായി വർദ്ധിപ്പിച്ചു നൽകാൻ പല ഇടപെടലുകൾ നടത്തിയിട്ടും ഗവൺമെന്റിന് സാധിക്കാതെ വന്നപ്പോൾ ഇടപെടലുകൾ നിരന്തരമായി നടത്തി പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ പോയി. തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രക്ഷോഭം അനിവാര്യമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ 4-ാം തീയതിക്ക് മുമ്പ് 2-ാം തീയതി തന്നെ ലേബർ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം സർവീസിന് ആനുപാതികമായി 10 രൂപ അംശമായി അടച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻ പരിവർത്തനപ്പെടുത്താൻ ആവശ്യമായ വിഭവങ്ങൾ സംഘടന തയ്യാറാക്കി ഒരു പട്ടിക തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് നൽകി. ആ പട്ടിക അതേ രീതിയിൽ ഗവൺമെന്റ് അംഗീകരിച്ചു, ലേബർ മന്ത്രി അംഗീകരിച്ചു വാക്കാൻ പറഞ്ഞാൽ സമരം നിർത്തില്ല എന്ന i4 ന്യൂസ് വൈക്കം.